നവകേരള സദസ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാക്കുന്നത് സ്വാഭാവികമാണെന്ന് എ.കെ. ആന്റണി. നവകേരള സദസ്സ് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ആഹ്വാനമാണ് കലാപത്തിന് കാരണമായതെന്നും വി.എം. സുധീരനും പറഞ്ഞു. നവകേരള സദസ്സ് സമാപിച്ചിട്ടും സദസ്സിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല. മുതിർന്ന നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയെയും സദസ്സിനെയും പോലീസ് നടപടിയെയും വിമർശിച്ച് രംഗത്തെത്തുകയാണ്. ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അതിനെ ആക്രമിച്ചിട്ട് രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് ശരിയായില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണി പറഞ്ഞു. ഇല്ല, നിത്യോപസാരങ്ങളില്ല, കൃഷിക്കാരുടെ പണം കൊടുത്തിട്ടില്ല. അങ്ങനെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി പുറപ്പെട്ടാൽ കൈപിടിപ്പുകളുടെ ഉണ്ടാകത്തില്ലേ? മുഖ്യമന്ത്രിയുടെ അബദ്ധമായ ആ ഒരൊറ്റ പദപ്രയോഗം, ആവർത്തിച്ച പദപ്രയോഗം രക്ഷാപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അതിന്റെ പ്രത്യാഘാതമല്ലേ 23-ാം തീയതി വരെ കേരളത്തിലെ തിരിച്ചു നിൽക്കേണ്ടത്? നവകേരള സദസ്സ് കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലെന്നും മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്നും വി.എം. സുധീരനും കുറ്റപ്പെടുത്തി. എന്തിനായിരുന്നു ഈ പാഴ്വേല? എന്തിനായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സമയം വൃഥാവിലാക്കിയത്? ഈ ഒരു മാസം ഈ സെക്രട്ടേറിയറ്റ് നിഷ്ക്രിയമായിരുന്നില്ലേ? ഭരണം എന്ന് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. ആകെ നടന്നത് കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ സാധിച്ചു. അതിന് കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ മുഖ്യമന്ത്രി തുനിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ കലാപമുണ്ടായി എന്നല്ലാതെ നവകേരള സദസ്സിന്റെ സംഭാവന കേരളത്തിൽ ഒരു കലാപം അഴിച്ചുവിട്ടു, കലാപത്തിന് വഴിയൊരുക്കി എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാരും ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. ജനം, തിരുവനന്തപുരം.